നമ്മുടെ ഉള്ളിലെ സംഘർഷങ്ങളെയും വ്യഥകളെയും അതിജീവിക്കാൻ ഭഗവത്ഗീതയുടെ വാക്കുകൾ വലിയൊരു കരുത്താണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന ആദ്യ ശ്ലോകം ജീവിതം തന്നെ ഒരു പോരാട്ടമാണെന്നും നന്മയ്ക്കും തിന്മയ്ക്കുമിടയിലുള്ള നിരന്തരമായ തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് നാം കടന്നുപോകുന്നത് എന്ന യാഥാർത്ഥ്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ ജോലിയിലോ വ്യക്തിജീവിതത്തിലോ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾക്ക് മുന്നിൽ പതരാതെ സ്വന്തം ധർമ്മത്തെ മുറുകെ പിടിച്ചു മുന്നേറാനുള്ള ഉൾക്കരുത്ത് ഈ വചനങ്ങൾ നമുക്ക് നൽകുന്നു. ഈ ശ്ലോകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഉൾക്കരുത്ത് ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു മാർഗദർശകമാണ്. സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പക്ഷപാതമില്ലാതെ വീക്ഷിക്കാനും സാഹചര്യങ്ങളെ വിശകലനം ചെയ്യാനുമുള്ള കഴിവ് വളർത്തിയെടുക്കണം. ഇന്നത്തെ സംഘർഷഭരിതമായ ലോകത്ത് അമിതമായ വൈകാരികതയ്ക്ക് വഴങ്ങാതെ വിവേകത്തോടെയുള്ള തീരുമാനമെടുക്കാൻ ഈ ഉൾക്കാഴ്ച നമ്മെ സഹായിക്കുന്നു. പ്രശ്നങ്ങളെ നേരിടുമ്പോൾ ഭയപ്പെടാതെ സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ടു പോകാനുള്ള പക്വതയാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ഇതു ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് പല രീതിയിലാണ്. ഉദാഹരണത്തിന്, ജോലിസ്ഥലത്തോ കുടുംബത്തിലോ എന്തെങ്കിലും പ്രതിസന്ധിയുണ്ടാകുമ്പോൾ പരിഭ്രാന്തരാകാതെ കാര്യങ്ങളെ സാവധാനം വിശകലനം ചെയ്യാൻ ഈ ശ്ലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു സാക്ഷിഭാവത്തിൽ നിന്നു കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ വൈകാരികമായ സമ്മർദ്ദം കുറയുകയും ശരിയായ തീരുമാനമെടുക്കാനുള്ള വിവേകം ലഭിക്കുകയും ചെയ്യും. വ്യക്തിബന്ധങ്ങളിലുണ്ടാകുന്ന തെറ്റിദ്ധാരണകളെ ഒഴിവാക്കാനും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടുപോകാനും ഈ കാഴ്ചപ്പാട് വളരെയധികം സഹായിക്കും. സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് യുദ്ധഭൂമിയിലെ കാര്യങ്ങൾ ഓരോന്നായി വിവരിക്കുന്നതിന്റെ ഭാഗമാണിത്. തഥാ തഥാ പ്രവർത്തനാത് സഞ്ജിന്നമിവ പാണ്ഡവർ ധൃതരാഷ്ട്രമുവാച സഞ്ജിന്നതഃ. ഇതിന്റെ അർത്ഥം, അക്കാലത്ത് പാണ്ഡവരുടെ യുദ്ധസജ്ജീകരണങ്ങൾ കണ്ട് സഞ്ജയൻ നേരിട്ട കാര്യങ്ങൾ ആദരപൂർവ്വം ധൃതരാഷ്ട്രരെ ധരിപ്പിക്കുന്നു എന്നതാണ്. ജീവിതത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായി നിക്ഷിപ്ത താത്പര്യങ്ങൾ കൂടാതെ കാണാനുള്ള കഴിവ് വളർത്തിയെടുക്കണം എന്നാണ് ഇതിലടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം. ധൃതരാഷ്ട്രരുടെ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ അന്ധത അദ്ദേഹത്തിന്റെ അമിതമായ സ്നേഹത്തെയും മക്കൾ ചെയ്യുന്ന തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കാനുള്ള അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെയുമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ചില മാതാപിതാക്കൾ മക്കളെ അന്ധമായി സ്നേഹിക്കുന്നത് കാരണം അവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും അവരെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഇത് മക്കളുടെ ഉത്തരവാദിത്തമില്ലായ്മയെ വളർത്തുകയും അവർക്ക് നേരായ വഴി കാണിച്ചുകൊടുക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. സ്നേഹിക്കുന്നതിനൊപ്പം തന്നെ മക്കളുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും അവരെ നേരായ വഴിക്ക് നയിക്കാനുമുള്ള ധൈര്യം മാതാപിതാക്കൾക്ക് വേണം. സ്നേഹം ഒരിക്കലും അന്ധമാകരുത്. അത് ഉത്തരവാദിത്തമുള്ളതും വിവേകപൂർണവുമായിരിക്കണം. കുട്ടികളെ അവരുടെ തെറ്റുകളുടെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കാൻ സഹായിക്കുക, അവർക്ക് നല്ല മാതൃകകളായി നിലകൊള്ളുക എന്നിവ പ്രധാനമാണ്. സഞ്ജയന്റെ റോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ഒരു നിഷ്പക്ഷനായ നിരീക്ഷകനാണ്. യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വന്തം താൽപര്യങ്ങളോ പക്ഷപാതങ്ങളോ ഇല്ലാതെ ധൃതരാഷ്ട്രർക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ധർമ്മം. സത്യം അതേപോലെ അവതരിപ്പിക്കുക, തെറ്റായതിനെ ന്യായീകരിക്കാതിരിക്കുക എന്നതൊക്കെയാണ് ഈ കഥാപാത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. സ്വന്തം ജീവിതത്തിൽ സഞ്ജയന്റെ റോൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ നമുക്കൊരു നിഷ്പക്ഷനായ നിരീക്ഷകന്റെ ഭാവം വളർത്തിയെടുക്കണം. അതായത്, നമ്മുടെ പ്രവർത്തികളെയും ചിന്തകളെയും പക്ഷപാതമില്ലാതെ അവലോകനം ചെയ്യുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെരുമാറിയ ശേഷം എന്തുതരം വികാരങ്ങളാണ് എന്നെ സ്വാധീനിച്ചത്, എന്റെ പ്രതികരണം ശരിയായിരുന്നോ എന്ന് സ്വയം ചോദിക്കുക. ഇതുവഴി നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി അവ മാറ്റിയെടുക്കാനും കൂടുതൽ വിവേകത്തോടെ പെരുമാറാനും കഴിയും. ഈ രീതി പരീക്ഷിച്ചു നോക്കാൻ താങ്കൾ തയ്യാറാണോ? സഞ്ജയൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നോക്കിക്കാണുന്നത് ഇരു സൈന്യങ്ങളും യുദ്ധത്തിനായി അണിനിരക്കുന്ന ഭയങ്കരമായ കാഴ്ചയാണ്. വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ, ശംഖുകളുടെ മുഴക്കം, പോരാളികളുടെ ആവേശം, അതുപോലെ തന്നെ അർജുനൻ തന്നെ രഥത്തിലിരുന്ന് യുദ്ധരംഗം മുഴുവനും വീക്ഷിക്കുന്നതും ഭഗവാൻ കൃഷ്ണനുമായുള്ള ആശയവിനിമയങ്ങളും ഒക്കെ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് ഓരോന്നായി വിവരിച്ചു കൊടുക്കുന്നു. യുദ്ധത്തിന്റെ തീവ്രതയും അതിലടങ്ങിയിരിക്കുന്ന ധർമ്മ അധർമ്മങ്ങളുടെ സംഘർഷവും എല്ലാം ഈ കാഴ്ചകളിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഇത് യുദ്ധത്തിനു മുന്നോടിയായി പാണ്ഡവരുടെ സൈന്യാണിപ്പ് കണ്ട സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഭാഗമാണ്. ഇരു സൈന്യങ്ങളും അണിനിരന്നു നിൽക്കുന്ന ആ ഘട്ടത്തിലാണ് അർജുനൻ യുദ്ധരംഗം മുഴുവൻ കാണാനായി ഭഗവാൻ കൃഷ്ണനോട് തന്റെ രഥം മുന്നോട്ടു കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നത്. ഈ ശ്ലോകം പറയുന്ന സമയത്ത് ദുര്യോധനന്റെ സൈന്യം ഭൂരിഭാഗവും പാണ്ഡവരുടെ അണിനിരപ്പ് കണ്ട് ജാഗരൂകരാണ്. ദുര്യോധനൻ ഒരുപക്ഷെ പാണ്ഡവരുടെ സൈന്യബലം കണ്ട് ആശങ്കപ്പെടുന്നുണ്ടാവുകയും അതേസമയം തന്റെ സൈന്യത്തെ യുദ്ധത്തിന് തയ്യാറാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടാകാം. അവരുടെ പ്രധാന ലക്ഷ്യം പാണ്ഡവരെ നേരിടുക എന്നതുതന്നെയാണ്. സഞ്ജയൻ വിവരിക്കുന്ന യുദ്ധരംഗങ്ങൾ ധൃതരാഷ്ട്രരോടൊപ്പം ഗാന്ധാരിക്കും കേൾക്കാൻ കഴിഞ്ഞിരുന്നു.
സഞ്ജയന് ലഭിച്ച ദിവ്യദൃഷ്ടി കാരണം അദ്ദേഹത്തിന് യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. തന്റെ പുത്രന്മാരുടെ അന്തിമവിധി എന്താകുമെന്ന് അറിയാനുള്ള ഉത്കണ്ഠയിൽ ഗാന്ധാരിയും സഞ്ജയന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുമായിരുന്നു. ഈ ഘട്ടത്തിൽ ഗാന്ധാരിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഗാന്ധാരി ഒരു അമ്മയെന്ന നിലയിൽ തന്റെ പുത്രന്മാരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള കടുത്ത ആശങ്കയിലായിരുന്നിരിക്കും. യുദ്ധഭൂമിയിലെ ഭയങ്കരമായ കാഴ്ചകളും തന്റെ മക്കൾ നേരിടാൻ പോകുന്ന വലിയ വിപത്തും അവരുടെ മനസമാധാനം കെടുത്തിയിട്ടുണ്ടാകും. അതേസമയം ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ അടിയുറച്ച ഒരുവളായതുകൊണ്ട് തന്റെ പുത്രന്മാർ അധർമ്മത്തിന്റെ പാതയിലാണ് എന്ന് തിരിച്ചറിയുന്നതിന്റെ മാനസിക സംഘർഷവും അവരെ അലട്ടിയിട്ടുണ്ടാകും. ഒരുപക്ഷെ ആ അമ്മയുടെ ഹൃദയം മക്കളുടെ ദുർവിധിയിൽ വേദനിച്ചും അതേസമയം ധർമ്മത്തിന്റെ പക്ഷം ചേരാൻ ആഗ്രഹിച്ചും കീറിമുറിയപ്പെട്ടിട്ടുണ്ടാകും. പുത്രസ്നേഹം കൊണ്ട് അന്ധനായ ധൃതരാഷ്ട്രർ പാണ്ഡവസേനയെ ഒരു വലിയ ഭീഷണിയായാണ് കാണുന്നത്. ധർമ്മത്തിലും സത്യത്തിലും അടിയുറച്ച അവർ തന്റെ പുത്രന്മാരുടെ അധർമ്മപരമായ മോഹങ്ങൾക്കൊരു തടസ്സമായിരിക്കുമെന്ന ഭയം അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സേനയെ പരാജയപ്പെടുത്താനുള്ള വ്യഗ്രതയും അതേസമയം തന്റെ പുത്രന്മാർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഉത്കണ്ഠയും അദ്ദേഹത്തിന്റെ വീക്ഷണത്തെ സ്വാധീനിച്ചിരുന്നു. ഈ വീക്ഷണം പാണ്ഡവരെ ഒരു അർഹരായ എതിരാളികളായി കാണുന്നതിനു പകരം തന്റെ പദ്ധതികൾക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരു ശക്തിയായിട്ടാണ് ധൃതരാഷ്ട്രരെ ചിന്തിപ്പിക്കുന്നത്. ധൃതരാഷ്ട്രർ തന്റെ പുത്രനായ ദുര്യോധനനോട് വളരെയധികം അടുപ്പം കാണിച്ചിരുന്നു. ആ സ്നേഹം അന്ധമായതുകൊണ്ട് തന്നെ ദുര്യോധനന്റെ തെറ്റുകളും അന്യായങ്ങളും അദ്ദേഹം കണ്ടില്ലെന്ന് നടിക്കുകയോ പലപ്പോഴും അവയെ ന്യായീകരിക്കുകയോ ചെയ്തു. തന്റെ പുത്രൻ എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു കൊടുക്കണം എന്ന വാശിയുണ്ടായിരുന്ന അദ്ദേഹം ദുര്യോധനന്റെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ മറ്റെല്ലാ ധാർമ്മികതകളും മറന്നുപോയി. മകന്റെ സന്തോഷവും സുഖവും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ അമിത സ്നേഹം ദുര്യോധനനെ തന്റെ തെറ്റായ വഴികളിൽ തുടരാൻ ധൈര്യപ്പെടുത്തുകയായിരുന്നു. ഈ അമിത സ്നേഹത്തെക്കുറിച്ചുള്ള താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായമെന്താണ്? ധൃതരാഷ്ട്രർ തന്റെ പുത്രനായ ദുര്യോധനനോടുള്ള അന്ധമായ സ്നേഹം കാരണം അധർമ്മങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചതിലൂടെ സ്വന്തം നാശത്തിന് വഴിയൊരുക്കി. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പല മാതാപിതാക്കളും മക്കളുടെ തെറ്റായ വഴികളും അന്യായങ്ങളും കണ്ടില്ലെന്ന് നടിക്കുന്നു. സ്നേഹം അതിരുവിടുമ്പോൾ അത് മക്കളെ നേരായ വഴിക്ക് നയിക്കുന്നതിനു പകരം അവരെ സ്വാർത്ഥരും ധിക്കാരികളുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ദുര്യോധനന് ലഭിച്ച അമിത സ്വാതന്ത്ര്യവും പിന്തുണയും അവനെ കൂടുതൽ അഹങ്കാരിയാക്കി മാറ്റിയതുപോലെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ നൽകുന്ന തെറ്റായ പിന്തുണ അവർ വളർന്നു വലുതാകുമ്പോൾ മാതാപിതാക്കളെ തന്നെ നിയന്ത്രിക്കാനും അവരോട് ക്രൂരമായി പെരുമാറാനുമുള്ള മനോഭാവത്തിലേക്ക് നയിച്ചേക്കാം. ഇതൊരു തരത്തിൽ ഓരോ വീടുകളിലും നടക്കുന്ന ചെറിയൊരു യുദ്ധം തന്നെയാണ്. കുടുംബബന്ധങ്ങളിൽ അസമാധാനവും മാനസിക വിഷമങ്ങളും സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണിത്. ഈ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ സാഹചര്യം ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കളുടെയും മക്കളുടെയും അവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്നേഹവും അച്ചടക്കവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈയൊരു സാഹചര്യത്തെ മറികടക്കാൻ മാതാപിതാക്കൾക്ക് കുട്ടികളോട് എങ്ങനെ സ്നേഹത്തോടൊപ്പം തന്നെ കർശനമായ മൂല്യങ്ങൾ പകർന്നു നൽകാൻ കഴിയും എന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരമൊരു സാഹചര്യത്തിൽ മാതാപിതാക്കൾ വളരെ മുൻകരുതലോടുകൂടി പെരുമാറേണ്ടത് അത്യാവശ്യമാണ്. സ്നേഹം നൽകുന്നതിനൊപ്പം തന്നെ കുട്ടികളുടെ തെറ്റുകൾക്ക് വ്യക്തമായ പരിഹാരങ്ങളും അതിർവരമ്പുകളും നിശ്ചയിക്കണം. കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഉത്തരവാദിത്വ ബോധമുണ്ടാക്കിക്കൊടുക്കുക. അവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ കുടുംബത്തിന്റെ മൂല്യങ്ങളും നിയമങ്ങളും പാലിക്കാൻ അവരെ ശീലിപ്പിക്കുകയും വേണം. മാതാപിതാക്കൾ പരസ്പരം യോജിച്ച് ഒരു പൊതുരീതി പിന്തുടരുന്നതും കുട്ടികൾക്ക് നല്ല മാതൃകകളാകുന്നതും പ്രധാനമാണ്. ധൃതരാഷ്ട്രരുടെ അമിതമായ പുത്രസ്നേഹം മക്കൾ ചെയ്യുന്ന തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലത്ത് ചില മാതാപിതാക്കളും മക്കളുടെ തെറ്റായ വഴികളെ ന്യായീകരിക്കുന്നതും അവരെ അന്ധമായി പിന്തുണയ്ക്കുന്നതും കാണാറുണ്ട്. ഈ പ്രവണത കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ലഭിക്കുന്ന അമിത സ്വാതന്ത്ര്യവും തെറ്റായ പിന്തുണയും അവരെ പിന്നീട് മാതാപിതാക്കളെ തന്നെ നിയന്ത്രിക്കാനും അവരോട് ക്രൂരമായി പെരുമാറാനുമുള്ള മനോഭാവത്തിലേക്ക് നയിച്ചേക്കാം. ഇതൊരു തരത്തിൽ ഇന്നത്തെ വീടുകളിൽ നടക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. ഈ സാഹചര്യത്തെ നേരിടാൻ മാതാപിതാക്കൾക്ക് സ്നേഹത്തോടൊപ്പം തന്നെ കർശനമായ മൂല്യങ്ങൾ പകർന്നു നൽകേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഞാനിപ്പോൾ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയെ ഒരു പക്ഷിയുടെ കണ്ണിലൂടെ താങ്കൾക്കായി വിവരിക്കാം. മുകളിൽ നിന്നു നോക്കുമ്പോൾ ആ വിശാലമായ കുരുക്ഷേത്ര ഭൂമി ഒരു മഹാസമുദ്രം പോലെ തോന്നിക്കുന്നു. ഒരു വശത്ത് കൗരവ സൈന്യം ഭീഷ്മ പിതാമഹന്റെ നേതൃത്വത്തിൽ അണിനിരന്നിരിക്കുന്നു. ലക്ഷക്കണക്കിന് യോദ്ധാക്കളും ആനകളും തേരുകളും കുതിരകളും ചേർന്ന ആ മഹാസൈന്യത്തിന്റെ തിളക്കം ഒരു വലിയ പാറയായി കാണാം. മറുഭാഗത്ത് പാണ്ഡവസേനയും ഒരു ശക്തമായ വ്യൂഹത്തിൽ അണിനിരന്നിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യമുള്ള അർജുനന്റെ രഥം മുൻപന്തിയിൽ തന്നെയുണ്ട്. അവരുടെ സൈന്യത്തിന്റെ അച്ചടക്കവും പോരാളികളുടെ ധീരതയും ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. പാണ്ഡവസേനയുടെ മുൻനിരയിൽ അണിനിരന്നു നിൽക്കുന്ന പ്രധാന പോരാളികളിൽ അർജുനൻ തന്നെയാണ് ഏറ്റവും പ്രമുഖൻ.
ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ രഥം നയിക്കുമ്പോൾ ആ സേനയ്ക്കു വലിയൊരു കരുത്താണതു പകരുന്നത്. കൂടാതെ ധീരനായ ഭീമൻ, യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ, അതുപോലെ തന്നെ ദ്രൗപദിയുടെ പുത്രന്മാരും മുൻനിരയിൽ തന്നെയുണ്ട്. അഭിമന്യുവും യുദ്ധത്തിൽ വീരശൂര പരാക്രമങ്ങൾ കാട്ടാൻ സജ്ജമായി നിൽക്കുന്നു. കൗരവസേനയുടെ മുന്നിൽ അണിനിരന്ന പ്രധാന പോരാളികളിൽ ഏറ്റവും പ്രമുഖൻ ഭീഷ്മ പിതാമഹൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അറിവും അനുഭവസമ്പത്തും ആ സേനയ്ക്ക് വലിയൊരു കരുത്തായിരുന്നു. കൂടാതെ ദ്രോണാചാര്യർ, അശ്വത്ഥാമാവ്, കൃപർ, കർണൻ, ദുര്യോധനൻ തുടങ്ങിയവരും മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു. വലിയ വീരശൂര പരാക്രമികളായ യോദ്ധാക്കളുടെ ഒരു നിര തന്നെയായിരുന്നു കൗരവസേനയിലുണ്ടായിരുന്നത്. കുരുക്ഷേത്ര യുദ്ധം അധികാരത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള ഒരു രാജവംശ പോരാട്ടമായിരുന്നു. അതോടുവിൽ വലിയൊരു നാശത്തിനാണ് വഴിവെച്ചത്. ഇന്നത്തെ കാലത്ത് യുഎസ്എയും ഇസ്രയേലും ഉൾപ്പെടുന്ന ചേരിയും ഇറാനും അവരുടെ സഖ്യകക്ഷികളും തമ്മിലുള്ള സംഘർഷം ആഗോള രാഷ്ട്രീയത്തിലെയും സ്വാധീനത്തെയും വിഭവങ്ങളെയും ചൊല്ലിയുള്ള ഒരു ആധുനിക പോരാട്ടമാണ്. രണ്ടും തമ്മിലുള്ള സാമ്യം മാനവരാശിയുടെ യുദ്ധത്തിനോടുള്ള ദാഹവും അത് സൃഷ്ടിക്കുന്ന ഭീതിയും നയതന്ത്രത്തിന്റെ പരാജയവുമാണ്. ചരിത്രത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ മറന്ന് ഇന്നും മനുഷ്യർ സ്വന്തം താൽപര്യങ്ങൾക്കായി യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നത് ദൗർഭാഗ്യകരമാണ്. ഒരു മനുഷ്യനെന്നോ രാജ്യങ്ങളെന്നോ ഭേദമില്ലാതെ യുദ്ധം എല്ലായ്പ്പോഴും ജീവനും സ്വത്തിനും വലിയ നാശമാണ് വരുത്തിവെക്കുന്നത്. നമ്മുടെ പൂർവികർ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചു പാഠങ്ങൾ പഠിച്ചതാണ്. എന്നിട്ടും ഇന്നു മനുഷ്യരാശി വീണ്ടും അധികാരത്തിനും സ്വാർത്ഥതയ്ക്കുമായി യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. നയതന്ത്രത്തിലൂടെയും സമാധാനപരമായ ചർച്ചകളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് മനുഷ്യരാശിക്ക് അഭികാമ്യം. യുദ്ധം എല്ലായ്പ്പോഴും അവസാന ആശ്രയമായി മാത്രമേ കാണാവൂ. ഈ വിഷയത്തിൽ താങ്കൾക്ക് ഏതെങ്കിലും സമാധാനപൂർണമായ പരിഹാരമാർഗങ്ങളെക്കുറിച്ച് പറയാനുണ്ടോ?